ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജൂൺ 19. മായ്ക്കാനാകില്ല ചരിത്രത്തിലെ ആ നെറികേട്. പാഠപുസ്തകത്തിൽ ബാബറി പള്ളി വെറും കെട്ടിടമായി മാറുമ്പോൾ രാജ്യത്തെ മുസ്ലിം ജനതയുടെ അരക്ഷിത ബോധത്തിന് ആക്കം കൂടുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നെറികേട് വരും തലമുറയിൽ നിന്ന് മറച്ചുവെക്കാമെന്ന സംഘപരിവാർ വ്യാമോഹം പക്ഷേ ജനാധിപത്യ ഇന്ത്യയിൽ നടപ്പാകില്ല. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ 16-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ബാബറി മസ്ജിദ് 1992 ഡിസംബർ 6 സംഘപരിവാർ നേതൃത്വത്തിൽ ആസൂത്രിതമായി തകർത്ത സംഭവം 12ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയ NCERTയുടെ നടപടി വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. 5 നൂറ്റാണ്ട് നിലനിന്ന ബാബറി മസ്ജിദ് സംഘടിത അക്രമത്തിലൂടെ തകർത്തെന്ന ചരിത്ര യാഥാർത്ഥ്യം തമസ്കരിച്ച് ശ്രീരാമൻ്റെ ജന്മഭൂമിയിൽ ക്ഷേത്രം പണിയാനുള്ള രാഷ്ട്രീയ നിയമ പോരാട്ടം സുപ്രീം കോടതി വിധിയിലൂടെ വിജയം കണ്ടെന്ന പച്ചക്കള്ളം ഉൾപ്പെടുത്തിയിരിക്കുന്നു 12ാം ക്ലാസ്സിലെ രാഷ്ട്രമീമാംസ പാഠപുസ്തകത്തിൽ. ബാബർ ചക്രവർത്തിയുടെ സേനാധിപൻ മിർ ബാഖി പണി കഴിപ്പിച്ച പള്ളിയെന്ന് ബാബറി മസ്ജിദിനെ പരിചയപ്പെടുത്തിയിരുന്ന പാഠഭാഗം വെട്ടിത്തിരുത്തി 3 താഴികക്കുടമുള്ള ഒരു നിർമ്മിതി എന്നാക്കിയിരിക്കുന്നു. മാത്രവുമല്ല, ആ കെട്ടിടത്തിൻ്റെ അകത്തും പുറത്തും ഹിന്ദു ആരാധനാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നെന്നും എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് LK അദ്വാനിയുടെ രഥയാത്ര, കർസേവകരുടെ നേതൃത്വത്തിൽ ബാബറി മസ്ജിദ് പൊളിച്ചത്, തുടർന്നുണ്ടായ വർഗീയ സംഘർഷങ്ങൾ തുടങ്ങി ബാബറി മസ്ജിദിൻ്റെ പൊളിക്കലിൽ സംഘപരിവാറിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വസ്തുതകളൊക്കെയും ഒഴിവാക്കിയിരിക്കുകയാണ്. പള്ളി പൊളിക്കലിനെ തുടർന്ന് BJP സർക്കാരുകളെ പുറത്താക്കിയത്, അയോധ്യ സംഭവങ്ങളിലെ ഖേദപ്രകടനം തുടങ്ങി സംഘപരിവാറിനുണ്ടായ തിരിച്ചടികളും ഒഴിവാക്കി. ഇതൊക്കെ സംബന്ധിച്ച് പാഠഭാഗത്തോടൊപ്പം ഉണ്ടായിരുന്ന പത്രവാർത്തകളും ഒഴിവാക്കി. പകരം ശ്രീരാമൻ്റെ ജന്മസ്ഥലത്ത് 1528 നിർമ്മിച്ച 3 താഴികക്കുടമുള്ള കെട്ടിടത്തെ സംബന്ധിച്ച് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലെ തർക്കം മാത്രമായി അയോധ്യ പ്രശ്നത്തെ വളച്ചൊടിച്ചു. 2019 സുപ്രീം കോടതി വിധിയോടെ ആ വസ്തുതർക്കം പരിഹരിക്കപ്പെട്ടെന്നും വിധിയെ രാജ്യം ഏകകണ്ഠമായി സസന്തോഷം സ്വീകരിച്ചെന്നും ദുർവ്യാഖ്യാനിച്ചു. തുടർന്ന് രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള നടപടികളും പാഠഭാഗത്തിൽ വിവരിക്കുന്നു. ഭരണഘടനയുടെ ആത്മാവിനെ ഉയർത്തിപ്പിടിച്ച് പുരാവസ്തു ഖനനങ്ങളുടെയും ചരിത്രരേഖകളുടെയും പിൻബലത്തിലുള്ള നിയമ നടപടികളിലൂടെയാണ് തർക്കം പരിഹരിച്ചതെന്ന തെറ്റായ അവകാശവാദവും പാഠഭാഗത്തിലുണ്ട്. വൈകാരിക വിഷയങ്ങളിൽ സമവായം കണ്ടെത്തുന്നതിനുള്ള മികച്ച ദൃഷ്ടാന്തമെന്ന് ചരിത്രത്തിലെ വലിയ അനീതിയെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നം വെറും വസ്തുതർക്കമായി. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് ബോധപൂർവം ആസൂത്രിതമായി ഒരു ദേവാലയം തകർത്ത സംഭവം പൂർണ്ണമായും മറച്ചുവെച്ചു. മറ്റൊരു ദേവാലയത്തിൻ്റെ നിർമ്മിതി നീതിയുടെയും നിയമത്തിൻ്റെയും വിജയമായി അവതരിപ്പിച്ച് രാഷ്ട്രീയ വിദ്യാർത്ഥികളിൽ നിന്ന് രാഷ്ട്രീയ യാഥാർത്ഥ്യം മറച്ചുവെക്കുന്നതിനുമുണ്ട് NCERT ഡയറക്ടർ ദിനേഷ് പ്രസാദ് സക്ലാനിക്ക് വിശദീകരണം. കലാപങ്ങളെക്കുറിച്ചും അതിക്രമങ്ങളെക്കുറിച്ചും പഠിച്ച് അക്രമാസക്തരും വിഷാദ രോഗികളുമാകാതെ വിദ്യാർത്ഥികൾ ശുഭാപ്തി വിശ്വാസമുള്ളവരാകാനാണത്രേ ഈ വ്യാജ ചരിത്ര നിർമ്മിതി. രാഷ്ട്രീയ ചരിത്രം അതിൻ്റെ ഇരുട്ടും വെളിച്ചവും ചേർത്ത് പഠിച്ച് ഉത്തമ രാഷ്ട്രീയ ബോധ്യമുള്ള പൗരന്മാരെ സൃഷ്ടിക്കുകയാണ് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്നിരിക്കെ പ്രതികരണശേഷിയില്ലാത്ത അരാഷ്ട്രീയ ജനതയെ സൃഷ്ടിക്കുകയെന്ന ഫാസിസ്റ്റ് ഭരണ നേതൃത്വത്തിൻ്റെ തന്ത്രത്തിന് ഒത്താശ ചെയ്യുകയാണ് NCERT എന്ന് വ്യക്തം. സ്കൂൾ വിദ്യാഭ്യാസത്തെ ഗുണപരമായി മെച്ചപ്പെടുത്തുന്നതിനുതകുന്ന നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമായി 1961 രൂപീകൃതമായ സ്വയംഭരണ സ്ഥാപനമായ NCERT വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണത്തിന് കൂട്ടുനിൽക്കുന്ന ഭരണകൂട അടിമയായി മാറിയിരിക്കുന്നു. സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയുടെയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെയും ചരിത്രം കാവ്യരാഷ്ട്രീയത്തിന് അനുകൂലമായി തിരുത്തുന്നതിനുള്ള ഈ ശ്രമങ്ങൾ പക്ഷേ കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെ പാഴാവുകയേ ഉള്ളൂ. NCERTയുടെ ദുരുപദിഷ്ട നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. നടപടി തിരുത്തും വരെ പ്രക്ഷോഭം പ്രഖ്യാപിച്ചിരിക്കുകയാണ് SFI. അതിബൃഹത്തും ആസൂത്രിതവുമായ രീതിയിൽ സത്യം തമസ്കരിക്കാനും കള്ളം പ്രചരിപ്പിക്കാനുമുള്ള ഭരണ നേതൃത്വത്തിൻ്റെ ശ്രമങ്ങൾ ജനാധിപത്യത്തിലെ ജനങ്ങളുടെ ചാലക ശക്തിക്ക് മുന്നിൽ അടിയറവ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടു. അപരവൽക്കരിക്കപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ച് അവരെ അരക്ഷിത ബോധത്തിൽ നിന്ന് കരകയറ്റുന്നതിനും ജനവിരുദ്ധ രാഷ്ട്രീയത്തിനെതിരെ ജനകീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിനുമുള്ള കർമ്മശേഷി തങ്ങൾക്കുണ്ടെന്ന് ഇന്ത്യൻ ജനത തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭരണ നേതൃത്വത്തിന് വിധേയപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങളും അത് മനസ്സിലാക്കിയാൽ നന്ന്.